ഹലോ നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ആദ്യം തന്നെ പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ അത് നമ്മൾ റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കിയില്ല. അപ്പോൾ നമുക്ക് ഈ മാപ്പ് ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ മാപ്പ് റണ്ണ് ചെയ്യിപ്പിക്കാൻ ഇവിടെ വന്ന് നമ്മളെ ഫോൾഡറിൽ പോയിട്ട് ഞാൻ ആ ഫയൽ ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫയൽ റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും നമുക്ക് കാണിച്ചു തരിക. അപ്പോൾ ടെറൈൻ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ മാപ്പ് ഈ രൂപത്തിലായിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് അടുത്തൊരു മാപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു മാപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്ക് വേറൊരു മാപ്പ് കൂടി ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യത്തെ മാപ്പ് ടെറേനിയൻ മെത്തേഡിൽ നമ്മൾ ഈ മാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ഇനി രണ്ടാമത്തെ ഒരു മാപ്പ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ ID ആദ്യം തന്നെ ഇവിടെ വെച്ചൊന്ന് കോപ്പി ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന്റെ താഴെ നമ്മൾ ഇതിന്റെ ID നേരത്തെ മാപ്പ് 1 ആണെങ്കിൽ ഇതിന്റെ ID നമ്മൾ മാപ്പ് 2 എന്നും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ വന്ന് പുതിയൊരു ഫംഗ്ഷന് കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ ഫംഗ്ഷന് മാപ്പ് ഓപ്ഷൻ 1 എന്നാണ്. അപ്പോൾ നമുക്കിവിടെ വന്ന് ഇതിന് രണ്ടാമത്തെ ഒരു ഫംഗ്ഷനും കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇതിന് ഞാൻ മാപ്പ് ഓപ്ഷൻ 2 എന്നും ചേർത്ത് കൊടുത്തു. ഇതിലിപ്പോൾ ആൾറെഡി നമ്മൾ മാപ്പ് 1 എന്ന വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നേരെ താഴെയായിട്ട് നമുക്ക് രണ്ടാമത്തെ ID നമുക്ക് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്ന് 2 എന്ന് ചേർത്ത് കൊടുത്തു. അപ്പം നേരത്തെ നമ്മൾ ടെറേനിയൻ എന്ന മെത്തേഡാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റോഡ് മാപ്പ് എന്ന മെത്തേഡാണ്. അപ്പോൾ റോഡ് മാപ്പ് എന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കുക. അപ്പോൾ രണ്ടാമത്തേന് നമുക്ക് റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ റോഡ് രൂപത്തിലായിട്ട് നമുക്ക് വന്നതായിട്ട് കാണിച്ചു തരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ ഒന്നുകൂടി നമുക്ക് ഈ വേരിയബിൾ ഇവിടെ വന്ന് കോപ്പി ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ മാപ്പ് ഓപ്ഷൻ 3 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേരിയബിൾ നെയിം 3 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ റോഡ് മാപ്പിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാറ്റലൈറ്റ് എന്ന മെത്തേഡാണ് ചേർത്ത് കൊടുക്കുന്നത്. സാറ്റലൈറ്റ് എന്ന മെത്തേഡാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ വന്ന് ഇതിപ്പോൾ 2 മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മൂന്നാമത്തത് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓപ്ഷൻ 3 എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയും നമുക്ക് മാപ്പ് 3 എന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് സേവ് ചെയ്ത് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ടെറേനിയം മെത്തേഡും ഇവിടെ നമുക്ക് റോഡ് മാപ്പും അതേപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ സാറ്റലൈറ്റ് മെത്തേഡിലായിരിക്കും നമുക്കിവിടെ മാപ്പ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അടുത്തതായി നമുക്ക് ഹൈബ്രിഡ് മോഡൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത രൂപത്തിൽ തന്നെ പുതിയൊരു ID കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് നമ്മൾ പുതിയൊരു ID കൂടി നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ID നമുക്ക് ഇവിടുന്ന് ഈ ID ഒന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് നമുക്ക് ഈ ID ഇവിടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് നമ്മൾ മാപ്പ് 4 എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് മാപ്പ് ഓപ്ഷൻ ഒരു ഓപ്ഷന് കൂടി നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇതിന് ഞാൻ മാപ്പ് ഓപ്ഷൻ 4 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ സാറ്റലൈറ്റ് എന്നുള്ളതിന് പകരം നമ്മൾ ഇവിടെ വന്ന് ഹൈബ്രിഡ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹൈബ്രിഡ് മോഡൽ മാപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് മാപ്പ് ഓപ്ഷൻ 4 എന്നും ഇവിടെ മാപ്പ് ID എന്നത് നമുക്കിവിടെ വന്ന് 4 എന്നും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ലോഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 തരത്തിലുള്ള മാപ്പ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഒന്നാമത്തേത് നമുക്ക് ടെറേനിയം മെത്തേഡും, രണ്ടാമത്തെ റോഡ് മെത്തേഡും, മൂന്നാമത്തേത് നമുക്ക് സാറ്റലൈറ്റ് മെത്തേഡും അതേപോലെ തന്നെ നാലാമത്തേത് നമുക്ക് ഹൈബ്രിഡ് മെത്തേഡുമായിട്ട് നമുക്കിവിടെ മാപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഏത് രൂപത്തിലാണോ നമ്മളെ വെബ്സൈറ്റിലേക്ക് നമുക്ക് മാപ്പ് ആഡ് ചെയ്യേണ്ടത് അതിന് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ രൂപത്തിൽ മാപ്പ് ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ വെബ് പേജിലേക്ക് എത്ര മാപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, അത് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കുകയും ചെയ്യാം. ഏത് മോഡലാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മാപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായി നമ്മളിവിടെ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതിന്റെ മുമ്പത്തെ കുറച്ച് ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ നമുക്ക് നമ്മളെ വെബ് പേജിലേക്ക് പല സിംബലുകൾ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഒന്നിലധികം കുറച്ചുകൂടി സിംബലുകൾ നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ സേവ് ചെയ്ത ഫയൽ ഒന്ന് ഇവിടെ റണ്ണ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്തു വരുന്നത്. ഇത് നമുക്ക് ഓരോന്നും എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ A എന്നതൊരു
ക്യാപിറ്റൽ ലെറ്റർ ആൽഫ, അതായത് നമ്മളിവിടെ കൊടുത്ത ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആൽഫ എന്ന് ആൻഡ് ആംബ്രസെന്റ് ആൽഫ എന്ന് സെമിക്കോളൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ രൂപത്തിലായിരിക്കും വരിക. അതേപോലെ തന്നെ ആംബ്രസെന്റ് ബീറ്റ എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഗ്രീക്ക് ക്യാപിറ്റൽ ലെറ്റർ ബീറ്റയും അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് ഗാമ എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഗ്രീക്ക് ക്യാപിറ്റൽ ലെറ്റർ ഗാമയും അതേപോലെ തന്നെ ഇവിടെ വന്ന് നമ്മൾ ഡെൽറ്റ എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഗ്രീക്ക് ക്യാപിറ്റൽ ലെറ്റർ ഡെൽറ്റയും അതേപോലെ തന്നെ നമ്മളിവിടെ വന്ന് എപ്സിലോൺ ആണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഈ രൂപത്തിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. അതേപോലെ തന്നെ ഒട്ടനവധി നമുക്ക് ഇതിലേക്ക് പല സിംബലുകളും എങ്ങനെ ചേർത്ത് കൊടുക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രേഡ് മാർക്ക് എന്ന സിംബൽ നമ്മളെ വെബ് പേജിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ആംബ്രസെന്റ് ട്രേഡ് എന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ട്രേഡ് മാർക്ക് എന്നത് വരും. അതേപോലെ തന്നെ ആംബ്രസെന്റ് ലെഫ്റ്റ് ആരോ, അതായത് LARR എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ആരോയും അതേപോലെ തന്നെ റൈറ്റിലേക്ക് വരാൻ വേണ്ടി അണ്ടർലൈൻ അപ്വേർഡ്, അതായത് താഴോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് UARR എന്ന് ചേർത്ത് ഇതുപോലെ മുകളിലോട്ടും അതേപോലെ റൈറ്റിലോട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് RARR എന്ന് ചേർത്ത് കൊടുത്താൽ റൈറ്റ് ആരോയും അതേപോലെ തന്നെ ലെഫ്റ്റിലേക്കാണ് വേണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അതേപോലെ തന്നെ ബ്ലാക്ക് സ്പാഡ് ഷൂട്ട് ആണ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഒട്ടനവധി സിംബലുകൾ എങ്ങനെ ചേർത്ത് കൊടുക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒന്നിലധികം സിംബലുകൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പല സിംബലുകളും നമുക്ക് ആൻഡ് എന്ന സിംബൽ ആൻഡ് അല്ലെങ്കിൽ ആംബ്രസെന്റ് ചേർത്ത് കൊടുത്തിട്ട് പല സിംബലുകളും നമ്മളെ വെബ് പേജിൽ ചേർത്ത് കൊടുക്കാമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.